അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. ഇന്ന് ഞാൻ വന്നിട്ടുള്ള കുറച്ച് ടിപ്സ് ആയിട്ട് തന്നെയാണ്. അപ്പോൾ നമുക്ക് ഒട്ടും വൈകാതെ തന്നെ വീഡിയോയിലേക്ക് പോകാം. ആദ്യത്തെ ടിപ്പ് എന്താണെന്ന് നോക്കിയാലോ. ഞാനിപ്പോൾ ഇവിടെ ഫിഷ് ഫ്രൈ ചെയ്യാൻ പോവാണ്. അതിനു വേണ്ടി ഞാനൊരു ഫ്രൈ പാനിൽ ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. ഈ ഓയിലിലേക്ക് ഞാനിതാ 1 ടേബിൾ സ്പൂണോളം മൈദ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതൊന്ന് നമ്മൾ ഓയിലിലെ എല്ലാ ഭാഗത്തേക്കും ഒന്ന് സ്പ്രെഡാക്കി ഇളക്കി കൊടുക്കുക. ഇങ്ങനെ ചെയ്തിട്ട് നമ്മൾ ഫിഷ് ഫ്രൈ ചെയ്യാൻ വേണ്ടി ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ആ ഫിഷ് മറിച്ചും തിരിച്ചൊന്നും ഇടാൻ നമുക്കൊരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. ഒട്ടിപ്പിടിക്കുന്ന പ്രശ്നമൊന്നും വരില്ല. ഓയിലൊന്ന് ചൂടായി കഴിഞ്ഞാൽ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുക. ഫിഷ് ഫ്രൈ ഇടുന്ന മുമ്പ് ഇങ്ങനെ കറിവേപ്പില ഇട്ട് കൊടുത്താൽ നമ്മൾ ഫിഷിനൊരു സ്പെഷ്യൽ ടേസ്റ്റ് കിട്ടും. ഓയിൽ നല്ലപോലെ ചൂടായതിനു ശേഷം നമ്മൾ സാധാ പോലെ നമ്മൾ ഫിഷ് ഇട്ട് കൊടുക്കുക. ഇങ്ങനെ ചെയ്ത് നമുക്ക് ഫിഷ് ഫ്രൈ ചെയ്തെടുക്കാൻ വളരെ എളുപ്പമാണ്. കാരണം നമ്മൾ ഫ്രൈ പാനിൽ ഒട്ടിപ്പിടിക്കുന്ന പ്രശ്നമൊന്നും ഉണ്ടാവില്ല. നമുക്ക് പെട്ടെന്ന് തന്നെ മറിച്ചും തിരിച്ചൊക്കെ ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഫിഷ് ഫ്രൈ ചെയ്യുമ്പോൾ മറിച്ചിടാൻ നോക്കുമ്പോൾ ഒട്ടിപ്പിടിക്കുന്ന ഈ പ്രോബ്ലം വരുന്നവരൊക്കെ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. വളരെ എഫക്റ്റീവ് ടിപ്പാണ്. നെക്സ്റ്റ് ടിപ്പ് എന്താണെന്ന് നോക്കാം. ഈ വലിയ മിക്സി ജാർ ആയിക്കോട്ടെ അതല്ലെങ്കിൽ ചെറുതായിക്കോട്ടെ ഏതാണെങ്കിലും നമ്മൾ എന്തെങ്കിലും അരച്ചു കഴിഞ്ഞാൽ നമ്മൾ നല്ലപോലെ വാഷ് ചെയ്തിട്ട് വെക്കും. പിന്നെ അടുത്ത പ്രാവശ്യം നമ്മൾ എന്തെങ്കിലും അരക്കാൻ വേണ്ടി എടുക്കുമ്പോൾ നമ്മൾ നേരത്തെ അരച്ച ഇതിൻ്റെ ആ ഒരു സ്മെല്ല് നമ്മളെ മൂക്കിലേക്ക് അടിച്ച് കയറുന്നതാണ്. ഈ ഒരു സ്മെല്ലില്ലാതിരിക്കാൻ വേണ്ടി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതുപോലെ ഒരു പേപ്പർ എന്തെങ്കിലുമൊക്കെ എടുത്തിട്ട് ഒന്ന് കീറിയതിന് ശേഷം നമ്മൾ മിക്സി ജാറിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക. പിന്നെ ഒന്ന് അടച്ച് 2-3 വട്ടം ഒന്ന് പൾസ് ചെയ്തെടുത്താൽ മതി. ഇങ്ങനെ ചെയ്തിട്ടാണ് മിക്സി എടുത്ത് വെക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ അടുത്ത പ്രാവശ്യം എടുക്കുമ്പോൾ ഈ ഒരു ബാഡ് സ്മെല്ല് വരൂല. അടുത്തായി നമുക്കൊരു ഓംലെറ്റ് ഉണ്ടാക്കിയാലോ. ഈ ഓംലെറ്റിൽ സ്പെഷ്യൽ ഇൻഗ്രീഡിയൻറ്റ് ചേർക്കുന്നുണ്ട്. സാധാരണ ഓംലെറ്റിലേക്കുള്ള പോലെ തന്നെ ഇതിലേക്ക് സവാളയും തക്കാളി അതുപോലെ തന്നെ പച്ചമുളകും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് എല്ലാം കൂടെ ഒന്ന് നല്ല പോലെ ഒന്ന് മിക്സ് ആക്കി എടുക്കുക. ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ട് ഇനി നമ്മളെ സ്പെഷ്യൽ ഇൻഗ്രീഡിയൻറ്റ് ചേർക്കാം. ഇവിടെ ഞാൻ ചേർക്കുന്നത് പാലാണ്. ഇങ്ങനെ പാല് നമ്മൾ ഈ ഓംലെറ്റ് ഉണ്ടാക്കുമ്പോൾ അതിലേക്ക് ചേർത്താൽ നമ്മൾ ഓംലെറ്റിൽ നല്ല സോഫ്റ്റും ആയിരിക്കും. അതുപോലെ തന്നെ നല്ലൊരു ടേസ്റ്റും കിട്ടും. അതുമാത്രമല്ല നമ്മളെ ഓംലെറ്റിൻ്റെ ക്വാണ്ടിറ്റിയും കൂടും. അപ്പോൾ ഓംലെറ്റ് ഉണ്ടാക്കുന്ന സമയത്ത് ഒരു ഇത്തിരി പാല് ചേർത്ത് കൊടുക്കുക. അപ്പം നമ്മൾ ഓംലെറ്റിൻ്റെ ക്വാണ്ടിറ്റിയും കൂടും. ഓംലെറ്റ് നല്ല സോഫ്റ്റ് ആയിട്ട് നല്ല ടേസ്റ്റി ആയിട്ടും കിട്ടും. ഇതുവരെ ഇങ്ങനെ ട്രൈ ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ ഇനി ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അടുത്തായി ഞാനിതാ ഇതുപോലത്തെ ഒരു പാനിലേക്ക് 2 കപ്പ് അരിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി അതേ അളവിൽ തന്നെ 2 കപ്പ് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കണം. പിന്നെ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നല്ല പോലെ ഒന്ന് കലക്കി മിക്സ് ആക്കി എടുക്കുക. പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിക്കണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. സബ്സ്ക്രൈബിന് കൂടെയുള്ള കുഞ്ഞു ബെല്ലൈക്കൺ കൂടെ ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ ഞാൻ ഇടുന്ന അടുത്ത വീഡിയോന്റെ നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. ലംസ് ഒന്നും ഇല്ലാതെ നല്ലപോലെ മിക്സ് ആക്കിയതിനു ശേഷം ഏകദേശം ഈ ഒരു പരുവത്തിലായി കിട്ടും. ഇനി ഇതൊന്ന് സ്റ്റവിലേക്ക് മാറ്റിയിട്ട് ലോ ഫ്ലെയിമിലിട്ട് ഇതൊന്ന് കൈവിടാതെ ഇളക്കി കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ എന്താ ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞിട്ടില്ലല്ലോ അല്ലേ. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ഇടിയപ്പമാണ് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോണേ. അതും ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു സ്റ്റൈലില്. ഞാൻ ഇതിലേക്ക് 1 ടേബിൾ സ്പൂണോളം നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട്.
നെയ്യ് ചേർത്ത് കൊടുത്താൽ നമ്മളെ ഇടിയപ്പം നല്ല സോഫ്റ്റ് ആയിരിക്കും. അതുപോലെ അതിൻ്റെ ഒരു പ്രത്യേക ടേസ്റ്റും ഉണ്ടാവും. നെയ്യിന്റെ പകരം നിങ്ങൾക്ക് ഇവിടെ ഓയിൽ മതി എന്നുണ്ടെങ്കിൽ ഓയിലും ചേർത്ത് കൊടുക്കാം. നെയ്യിന്റെ ഫ്ലേവർ ഇഷ്ടമാണ് എന്നുണ്ടെങ്കിൽ നെയ്യ് ചേർക്കുന്നതായിരിക്കും കൂടുതൽ നല്ലത്. നല്ലപോലെ ഇങ്ങനെ ഇളക്കിക്കൊണ്ടേ ഇരിക്കുക. ഇത് ചെയ്യാൻ നോൺ സ്റ്റിക്ക് പാൻ എടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. മറ്റേതാവുമ്പോൾ പെട്ടെന്ന് അടിയിൽ പിടിക്കാൻ ചാൻസ് ഉണ്ട്. സാധാരണ നമ്മൾ ഇടിയപ്പം ഉണ്ടാക്കുക നമ്മൾ വെള്ളമൊക്കെ തിളപ്പിച്ച് പൊടിയൊക്കെ ഇട്ട് പിന്നെ അത് നല്ലപോലെ നമ്മൾ കുഴച്ചൊക്കെ എടുക്കണം. ഈ ഒരു മെത്തേഡിൽ ചെയ്യുമ്പോൾ നമുക്ക് പിന്നെ കുഴച്ചെടുക്കേണ്ട ആവശ്യം വരില്ല. നമ്മൾ കുഴച്ചെടുക്കുന്ന ആ ഒരു ഡോവിന്റെ പരുവത്തിലായി കിട്ടും. ഇത് ഇങ്ങനെ കാണുമ്പോൾ വിചാരിക്കും കുറേ നേരം നമ്മളിങ്ങനെ കൈവിടാതെ ഇളക്കിയിരിക്കണം എന്നൊന്നും. അതൊന്നുമില്ല, അത് പെട്ടെന്ന് തന്നെ ആയി കിട്ടും. ഇപ്പൊ ഇതാ ഇങ്ങനെ നല്ല സ്മൂത്ത് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇത് ജസ്റ്റ് ഒന്ന് അടച്ചു വെക്കാം. ഞാനിവിടെ ഇഡ്ഡലിയൊക്കെ ഉണ്ടാക്കുന്ന പാത്രത്തിലാട്ടോ ഇടിയപ്പം ഉണ്ടാക്കാൻ പോണ്. ഈ പാത്രത്തിൽ ഒന്ന് ഓയിൽ ബ്രഷ് ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഇടിയപ്പം മേക്കറിന്റെ ഉൾഭാഗം ഒന്ന് ഓയിൽ ബ്രഷ് ചെയ്ത് കൊടുക്കാം. ഒരു ചെറു ചൂടിൽ വേണം നമ്മൾ ഈ ഇടിയപ്പം മേക്കറിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ച ഡോ ആക്കാന്. ഒരു സ്പൂൺ വെച്ച് കോരിയിട്ട് ഞാനിതാ നമ്മുടെ ഇടിയപ്പം മേക്കറിലേക്ക് ഡോ ഫില്ലാക്കിയിട്ടുണ്ട്. ഇനി നമ്മൾ റെഡിയാക്കിയ നമ്മളെ പാത്രത്തിലേക്ക് ഇങ്ങനെ ചുറ്റി കൊടുക്കാം. നമ്മുടെ ഈ ഡോ നല്ല സോഫ്റ്റ് ആയതുകൊണ്ട് തന്നെ നമുക്കിത് പെട്ടെന്ന് തന്നെ ഇങ്ങനെ തിരിക്കാൻ പറ്റുന്നുണ്ട്. വലിയ സ്ട്രെയിൻ ഒന്നും എടുക്കേണ്ട ആവശ്യമില്ല. ഈ ഒരു മെത്തേഡിൽ ഇങ്ങനെ ഇടിയപ്പം ഉണ്ടാക്കുന്ന സമയത്ത് നമുക്ക് സാധാരണ നമ്മൾ ഉണ്ടാക്കുന്നതിനേക്കാളും കുറച്ചും കൂടെ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും. ഇനി നമ്മൾ സാധാരണ ഉണ്ടാക്കുന്ന പോലെ ആവിയിൽ വേവിച്ചെടുക്കാം. ഇത് ആദ്യം നല്ലോണം നമ്മൾ കുക്ക് ചെയ്തുകൊണ്ട് തന്നെ കൂടുതൽ നേരം ആവിയിൽ വേവിച്ചെടുക്കരുത്. ഇതാ നമ്മൾ സോഫ്റ്റ് ആയിട്ടുള്ള ഇടിയപ്പം റെഡിയായി. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. ഇതങ്ങനെ തൊട്ട് നോക്കുമ്പോൾ കണ്ടില്ലേ നല്ല സോഫ്റ്റ് ആണ്. അപ്പം ഇനി കുഴച്ചൊന്നും സമയം കളയാതെ ഇതുപോലെ നല്ല സോഫ്റ്റ് ഇടിയപ്പം ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. അപ്പം ഇന്നത്തെ ലാസ്റ്റ് ടിപ്പ് എന്താണെന്ന് നോക്കാം. ഇതുപോലത്തെ റിങ് ഓർണമെന്റ്സ് ഒക്കെ നമ്മളിങ്ങനെ എടുത്തു വെച്ച് പിന്നെ എടുത്തു നോക്കുമ്പോൾ അതിൻ്റെ ഒരു കളറൊക്കെ ഒന്ന് മങ്ങിയ പോലെ തോന്നും. ഫംഗ്ഷനൊക്കെ പോകാൻ വേണ്ടി എടുക്കുമ്പോഴായിരിക്കും നമ്മളിത് കാണാം. അപ്പം എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ കുറച്ച് വാസലിൻ എടുത്തിട്ട് ആ ഒരു ഓർണമെന്റ്സിൽ ഒന്ന് തേച്ച് കൊടുക്കുക. അത് ഏത് ഓർണമെന്റ്സ് ആയിക്കോട്ടെ, വളയോ മാലയോ എന്തായിക്കോട്ടെ, അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ഓർണമെന്റിൽ കുറച്ച് ഷൈനിങ് കിട്ടും. അപ്പം ഈ ടിപ്പ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പം ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് ഇഷ്ടമായിക്കണമെങ്കിൽ സപ്പോർട്ട് ചെയ്യുക. അപ്പം ഇൻഷാ അല്ലാഹ് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ ബൈ.